ഇനി നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ നമ്മുടെ വരും തലമുറകള് പകർത്തുന്നത്, അല്ലേ? നമ്മുടെ സന്തതികളൊക്കെ നമ്മളെ കണ്ടല്ലേ പഠിക്കുന്നത്. അപ്പോ അവർക്കും തെറ്റുപറ്റാതിരിക്കാൻ നമുക്ക് ശരി ചെയ്യാനായിട്ട് ശ്രമിക്കാം, വേണ്ടേ? അപ്പോ അതിനുള്ള ഒരു മാതൃക, ഒരു സ്തോത്രമാണ് ശങ്കരാചാര്യ ഭഗവത്പാദര് നമുക്കൊക്കെ വേണ്ടി എഴുതി തന്നിരിക്കണം. അല്ലാതെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ല. ഈ ഒരു സ്തോത്രം നമ്മൾ ചൊല്ലിയത് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം എന്നാണ്. ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം. എന്താ അർത്ഥം? ശിവൻ അപരാധമൊന്നും ചെയ്തിട്ടില്ല. ശിവ അപരാധം എന്ന് പറയുമ്പോഴേക്കും ശിവൻ അപരാധം ചെയ്തതാണോ എന്നല്ല, നമ്മൾ ചെയ്ത അപരാധത്തിന് ശിവനോട് ക്ഷമാപണം ചെയ്യുന്ന സ്തോത്രമാണ്. അപ്പോ ഇത് എവിടുന്ന് തുടങ്ങുന്നു ഈ സ്തോത്രം എന്ന് വെച്ചാൽ, ശങ്കരാചാര്യ നമ്മൾ എവിടുന്നാ ആരംഭിച്ചത്? അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ്, അല്ലേ? നമ്മുടെ ജനനം മുതൽക്ക് അമ്മയുടെ